ഇന്ന് നല്ലൊരു വെറൈറ്റി ഉള്ളിവട, അത് ക്രിസ്പി ടൈപ്പ്. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ട് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. തട്ടുകട സ്റ്റൈലൊന്നുമല്ല. പക്ഷെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ചിലവ് ചുരുക്കിയിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് നല്ലൊരു ക്രിസ്പി ടൈപ്പ് തന്നെ ഉള്ളിവട ഉണ്ടാക്കി. സാധാരണ കടലപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിന് മാറ്റി നമ്മളൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയാണ്. അതിനായിട്ട് നമ്മളൊരു 5 വലിയുള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഓവറായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. നമ്മളെ പ്രകൃതി രമണീയമായ കാലാവസ്ഥയിലുള്ള പല ശബ്ദങ്ങളും ഇതിലേക്ക് കേൾക്കുന്നുണ്ടാവും. ഇതിൽ മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദങ്ങളൊക്കെ നിങ്ങളവിടെ മാറ്റി നിർത്തുക. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ജീരകപ്പൊടി ഇടുന്നവർക്ക് ഇടണമെങ്കിൽ ഇടാം. അതുകൂടാതെ കുറച്ച് കടലപ്പൊടിയും ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടി ഇടുന്നവർക്ക് ഇടാം. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് കടലപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒരിറ്റ് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് ഞമണ്ടി കൈകൊണ്ട് തന്നെ ഞമണ്ടി നല്ല ഉഷാറായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ചുകൂടി കടലപ്പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കൂടുതലായിട്ട് കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്പി ടൈപ്പിൻ്റെ ഒരു ഫ്ലേവർ അങ്ങ് പോകും. അത് നല്ലതുപോലെ ഞമണ്ടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അടുപ്പിലൊരു പാന് എടുത്ത് വെക്കുക. മെല്ലച്ച ഫ്ലെയിം ഓൺ ചെയ്യുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിലേക്ക് നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക. ഇത് ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലപ്പൊടി അല്പം കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു പരീക്ഷണം അങ്ങനെ ഒരു സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് കടലപ്പൊടി കുറച്ചിട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടി കുറച്ച് കടലപ്പൊടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് പൊരിക്കാം എന്നുള്ള രീതിയിലാണ് ഒരു വെറൈറ്റി മാറ്റം വരുത്തി നോക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ശരിക്കും ഉള്ളിവടയിൽ കടലപ്പൊടി കൂടുതലായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ പോരാ എന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരു പരീക്ഷണം കൂടി നടത്തി. കുറച്ചുകൂടി കടലപ്പൊടി ആഡ് ചെയ്ത് ഒരു മാറ്റം വരുത്തി രണ്ടാമത്തെ ലെയർ ഇട്ടപ്പോൾ ഓക്കെ സെറ്റായി. പക്ഷേ നമുക്ക് വേറെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതെന്നുള്ളൂ. സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്ന രീതി ഏകദേശം ഇങ്ങനെ തന്നെയാണ് പലരും. പക്ഷേ നമുക്ക് റംസാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ നല്ല ക്രിസ്പി ടൈപ്പായിട്ടുള്ള ഉള്ളിവട നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണം. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും